അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 12ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 7ാം പാഠം റഅയ്തു മസ്ജിദൻ. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നിരവധി ജംഅകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ജംഅ എന്നും ജംഇൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് ഈ പാഠത്തിലൂടെ പരിചയപ്പെടാം. പ്രത്യേകിച്ച് ജമ്മു തക്സീറിനെ കുറിച്ച് നമുക്ക് ഈ പാഠത്തിലൂടെ പരിചയപ്പെടാൻ നമുക്ക് കഴിയും. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദഹബത്തു ഇലാ ബലദി ഉമ്മി. ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. ഫറഅയ്തു മസ്ജിദൻ. അപ്പോൾ ഞാനൊരു പള്ളി കണ്ടു. ലഹു അഅമിദത്തുൻ മുസയ്യനത്തുൻ. അതിനു ഭംഗിയാക്കപ്പെട്ട തൂണുകളുണ്ട്. വഫീഹി അഫ്രിഷത്തുൻ വലഹു അബ്വാബുൻ അലൈഹ അഗ്ലാഖുൻ. പള്ളിയിൽ വിരിപ്പുകളും അടക്കപ്പെട്ട വാതിലുകളുമുണ്ട്. യുസല്ലി ഫീഹി റിജാലുൻ വസിബിയത്തുൻ. പള്ളിയിൽ പുരുഷന്മാരും ആൺകുട്ടികളും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. വ അൻഫുസുഹും മുതഹറത്തും മിനൽ അൻജാസി വൽ അദ്രാസി വൽ അഹ്ദാസി. അവരുടെ ശരീരങ്ങൾ നജസിൽ നിന്നും അഴുക്കിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധമാക്കപ്പെട്ടതാണ്. ഈ പാഠത്തിൽ ജമ്മിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കളർ നൽകിയ അഅ്മിദത്ത്, അബുവാബ്, അൻഫുസ് എങ്ങനെയുള്ള ചില പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ പദങ്ങളൊക്കെ ബഹുവചനങ്ങളാണ്, ജംഅകളാണ്. ബഹുവചനം രണ്ട് വിധമാണ്. ഒന്ന് ജമ്മു തക്സീർ, മറ്റൊന്ന് ജമ്മു സലാമത്ത്. ഇതിൽ ജമ്മു തക്സീർ രണ്ട് വിധമുണ്ട്. ഒന്ന് ജമ്മു ഖില്ലത്ത്, മറ്റൊന്ന് ജമ്മു കസറത്ത്. എന്താണ് ജമ്മു ഖില്ലത്ത്, ജമ്മു കസറത്ത് എന്ന് നോക്കാം. 3 അതിനു മുകളിൽ 10 വരെയോ അറിയിക്കുന്ന ജംഇനാണ് ജമ്മു ഖില്ലത്ത് എന്ന് പറയുന്നത്. അതിന് 4 വസ്നുകളുണ്ട്. ആ 4 വസ്നുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1 അഫ്ഇലത്തുൻ, 2 അഫ്ആലുൻ, 3 ഫിഇലത്തുൻ, 4 അഫ്ഉൽ. ഇങ്ങനെയുള്ള 4 വസ്നുകളാണുള്ളത്. എന്നാൽ ജമ്മു കസറത്തിന് നിരവധി വസ്നുകളുണ്ട്. സാധാരണ ഖിയാസാക്കപ്പെടുന്ന വസ്നുകൾ 10 വരുന്നത്. ആ 10 വസ്നുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫുഅല്, ഫിഅല്, ഫഅലിൽ, ഫവാഇൽ, ഫആഇൽ, അഫാഇൽ, അഫാഈൽ, ഫആലീൽ, മഫാഇൽ, മഫാഈൽ എന്നിങ്ങനെ 10 വസ്നുകളായിട്ടാണ് ഖിയാസാക്കപ്പെടുന്ന സാധാരണയായി വരുന്ന വസ്നുകൾ. ഏകവചന പദം രക്ഷപ്പെട്ടതിന് ജമ്മു സലാമ എന്ന് പറയും. ഉദാഹരണം മുസ്ലിം, മുസ്ലിമൂന. ഈ ഉദാഹരണത്തിൽ മുസ്ലിം എന്ന പദത്തിന് മാറ്റം വരാതെയാണ് മുസ്ലിമൂന എന്ന ജമ്മു വന്നത്. അതിനാൽ ഇതിനെ ജമ്മു സലാമ എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മുസ്ലിമത്ത്, മുസ്ലിമാത്ത് എന്നുള്ളതും. ഏകവചന പദം രക്ഷപ്പെടാത്തതിനു ജമ്മു തക്സീർ എന്ന് പറയും. ഉദാഹരണം റജുലുൻ, റിജാലുൻ, റജുലുൻ, റിജാലുൻ. ഇനി ജമ്മു സലാമ, ജമ്മു സലാമയായി വരുന്നത് വ്യക്തികളുടെ പേരുകൾ മാത്രമാണ്. അതായത് അൽ അലമു ഷഖ്സിയയിലാണ് വരുന്നത്. കൂടാതെ അതിൽ താഉ തഅനീസ് ഉണ്ടാവാനും പാടില്ല. അത് മുറക്കബ് ആവാതിരിക്കുകയും വേണം. ഇനി ജമ്മിൻ്റെ അർത്ഥമുണ്ടാവുകയും എന്നാൽ ആ പദത്തിലൂടെ മുഫ്രദ് ഇല്ല. അത്തരം പദങ്ങൾക്ക് ഇസ്മു ജംഅ് എന്ന് പറയും. ഉദാഹരണം ജയ്ഷ്, ജംഅ്, ഖൗം. ഇതൊക്കെ ജമ്മിൻ്റെ അർത്ഥമുണ്ട്, പക്ഷെ അതിന് മുഫ്രദില്ല എന്നുള്ളതാണ്. ഇനി ജംഇൻ്റെ അർത്ഥമുള്ളതും എന്നാൽ അതിൻ്റെ മുഫ്രദ് താ കൊണ്ട് അന്തരമാക്കപ്പെടുകയും ചെയ്താൽ അതിന് ശിബ്ഹ് ജംഅ് എന്ന് പറയും. ഉദാഹരണം നോക്കാം. വറഖ്, ഇലകൾ. ഇത് ജമ്മാണ്. അതിൻ്റെ മുഫ്രദ് നോക്കാം. വറഖത്ത്, ഇല. സമർ, പഴങ്ങൾ. സമറത്ത്, പഴം. ഇവിടെ താ ചേർന്നതായി നമുക്ക് കാണാൻ കഴിയും മുഫ്രദിൽ. ഇനി യാ ഉൻ നിസ്ബ കൊണ്ട് മുഫ്രദിനെ അന്തരമാക്കപ്പെട്ടതും ശിബ്ഹ് ജമ്മാണ്. ഉദാഹരണം റൂം, റൂമി. റൂമി എന്നുള്ളത് മുഫ്രദാണ്, വഹദാനാണ്. റൂമിയ എന്നുള്ളത് ജംആണ്. ഇവിടെ യാ ഉൻ നിസ്ബ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് ശിബ്ഹ് ജംആണ്. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ജംഉൽ ഖില്ലത്തി മാ ഹുവ?
ഖില്ലത്തിൻ്റെ ജം ഏതാണ്? വഹുവ മാ ദല്ല അലാ സലാസത്തിൻ ഫമാ ഫൗഖഹ ഇലൽ അശ്റ. 3 മുതൽ അതിന് മുകളിൽ 10 വരെ എണ്ണത്തിലേക്ക് അറിയിക്കുന്ന അതിനെയാണ് ജമുൽ ഖില്ലത്ത് എന്ന് പറയുന്നത്. ഔസാനു ജമ്മിൽ ഖില്ലത്തി മാഹിയ. ജംഉൽ ഖില്ലത്തിന്റെ വസ്നുകൾ ഏതെല്ലാം? 1 അഫ്ഇലത്ത്. അതിന്റെ ഉദാഹരണം നഹ്വു അഅ്മിദത്ത്. ജംഉ ഇമാദ്. ഇമാദ് എന്നതിന്റെ ജമ്മായ അഅ്മിദത്ത് പോലെ. രണ്ടാമത്തത് അഫ്ആല്. ഉദാഹരണം നോക്കാം. അബുവാബ്. ജംഉ ബാബ്. ബാബ് എന്നതിന്റെ ജമ്മായ അബുവാബ് പോലെ. ഫിഅലത്ത് മൂന്നാമത്തേത് നഹ്വു സിബിയത്ത്. ജംഉ സബിയ്. സബിയിന്റെ ജമ്മായ സിബിയത്ത് പോലെ ഫിഅലത്ത് വസ്നാണ്. നാലാമത്തേത് ഫിഅലത്ത് അഫ്ഉൽ എന്നുള്ളതാണ്. നഹ്വു അൻഫുസ്. ജംഉ നഫ്സ്. നഫ്സ് എന്നതിന്റെ ജമ്മായ അൻഫുസ് പോലെ. മാ യുഖാസു അലൈഹി മിൻ ഔസാരി ജമിൽ കസറത്തി കം ഹിയ. ജമുൽ കസറത്തിന്റെ വസ്നുകളിൽ നിന്ന് ഖിയാസാക്കപ്പെടുന്നത് എത്ര? അവ ഏവ എന്ന് നോക്കാം. അഷ്റുൻ 10 എണ്ണമാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും വസ്നുകളും അതിൻ്റെ ഉദാഹരണങ്ങളും നോക്കാം. ഫഅല്. ഫുഅല്. ഉദാഹരണം സുവർ. ജമ്മു സൂറത്ത്. സൂറത്തിൻ്റെ ജമ്മായ സുവർ പോലെ. രണ്ടാമത്തത് ഫിഅല്. ഖിതാഅ്. ജമ്മു ഖിതാഅത്ത്. ഖിതാഅത്തിൻ്റെ ജമ്മായ ഖിതാഅ് പോലെ. 3 ഫആലിൽ. ഉദാഹരണം ബലാബിൽ. ജംഉ ബുൽബുൽ. ബുൽബുൽ എന്നതിൻ്റെ ജമ്മായ ബലാബിൽ പോലെ. 4 ഫവാഇൽ. ഉദാഹരണം ജവാഹിർ. ജംഉ ജൗഹർ. ജൗഹറിന്റെ ജമ്മായ ജവാഹിർ പോലെ. 5 ഫആഇൽ. ഉദാഹരണം സഹായിഫ്. ജംഉ സഹീഫത്ത്. സഹീഫത്ത് എന്നതിന്റെ ജമ്മായ സഹായിഫ് പോലെ. 6 അഫാഇൽ. ഉദാഹരണം അസാബിഅ. ജംഉ ഇസ്ബഇ. ഇസ്ബഇന്റെ ജമ്മായ അസാബിഅ പോലെ. 7 അഫാഇൽ. ഉദാഹരണം അസാലീബ്. ജംഉ ഉസ്ലൂബ്. ഉസ്ലൂബിന്റെ ജമ്മായ അസാലീബ് പോലെ. 8 ഫആലീൽ. ഉദാഹരണം ഖറാത്തീസ്. ജംഉ ഖിർത്താസ്. ഖിർത്താസിന്റെ ജമ്മായ ഖറാത്തീസ് പോലെ. 9 മഫാഇൽ. ഉദാഹരണം മക്കാനിസ്. ജംഉ മിക്നസ്. മിക്നസത്തിന്റെ ജമ്മായ മക്കാനിസ് പോലെ. 10 മഫാഇൽ. ഉദാഹരണം മസാക്കീനു. ജംഉ മിസ്കീൻ. മിസ്കീന്റെ ജമ്മായ മസാക്കീൻ പോലെ. ഇവകളൊക്കെ കസറത്തിന്റെ ജംഇന്റെ വസ്നിൽ നിന്ന് ഖിയാസാക്കപ്പെടുന്ന 10 എണ്ണമാണ്.